إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഹിജ്റ വർഷം 1447 റബീഉൽ അവ്വൽ 12, കൃത്യമായി പറഞ്ഞാൽ 1436 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിലെ 12ാമത്തെ ദിവസം ചരിത്രകാരന്മാർ, ഹദീസ് വിശാരദന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശകലനം ചെയ്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണപ്പെട്ടതായി ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഏകോപിച്ച റബീഉൽ അവ്വൽ 12 എന്ന ദിവസം അത് സംഭവിച്ച ചരിത്രത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനയോടെയും ഹൃദയം നുറുങ്ങുന്ന വിങ്ങലോടെയും മാത്രം ഓർക്കാൻ സാധിക്കുന്ന ഒരു ദിവസം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ, ഇദാ അസ്വാബ അഹദുക്കും ബിമുസീബത്തിൻ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു വിപത്ത് ബാധിച്ചാൽ, ഫല്യദ്കുർ മുസീബതഹു ബി, എന്റെ മരണം കൊണ്ട് അവർക്കുണ്ടായ മുസീബത്ത്, എന്റെ വിയോഗം കൊണ്ട് അവർ അനുഭവിച്ച ദുരന്തം അവരോർത്തുകൊള്ളട്ടെ. ഫഇന്നഹാ അഅ്ദമുൽ മസാഇബ്, കാരണം അതാകുന്നു ഏറ്റവും ഗുരുതരമായ മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ദുരന്തമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം, അവിടുത്തെ വിയോഗം സ്വഹാബത്തിലുണ്ടാക്കിയ പ്രയാസങ്ങൾ, അവിടുന്ന് അവസാനത്തോടടുക്കുമ്പോൾ തന്റെ അനുയായികളായ സ്വഹാബത്തിന് നൽകിയ ഗുണപാഠങ്ങൾ, ഇൻഷാ അല്ലാഹ് അതിൽ ഏതാനും ചില കാര്യങ്ങൾ എന്നെയും നാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഖുതുബയുടെ ഉദ്ദേശം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം അത് സ്വഹാബത്തിനുണ്ടാക്കുന്ന നഷ്ടവും വേദനയും എത്ര ആഴത്തിലുള്ളതാണെന്ന് അവിടുത്തേക്ക് തന്നെ അറിയാമായിരുന്നു. അവരുടെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാൽ സ്വഹാബത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ, വിശിഷ്യ അവിടുത്തെ ഹജ്ജത്തുൽ വദാഇന്റെ പശ്ചാത്തലം, നബിയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ്, ആ ഹജ്ജ് നിർവഹിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വഹാബത്തിന് അതിന്റെ സൂചന നൽകിയിരുന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അതെ, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് താങ്കൾ കണ്ടാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, താങ്കളുടെ റബ്ബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു അങ്ങേയറ്റം തൗബയും പശ്ചാത്താപവും സ്വീകരിക്കുന്നവനാണ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബത്തിൽ പലരും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളിലെ പ്രമുഖരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അവർ വിലയിരുത്തി മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവധി അടുക്കാനായിട്ടുണ്ട്, അവിടുത്തെ മരണം അടുത്തിട്ടുണ്ട്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശേഷിക്കുന്ന കാലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് തസ്ബീഹിലും ഇസ്തിഗ്ഫാറിലുമായി മുഴുകാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി. അതിനു മുമ്പ് അവിടുത്തെ അവസാനത്തെ റമളാനിൽ, അവിടുത്തെ ജീവിതത്തിൽ അവസാനത്തെ റമളാനിൽ, ഹിജ്റ 10-ാം വർഷമുള്ള റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂചന ലഭിച്ചിരുന്നു. അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതായി, അതല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. എല്ലാ വർഷവും റമളാനിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവിടുത്തേക്ക് ജിബ്രീൽ ഓതി കേൾപ്പിക്കാനും ജിബ്രീൽ അത് കേൾക്കാനും അവസരമുണ്ടാകുമായിരുന്നു. നബിയെ കൊണ്ട് ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടാൻ ജിബ്രീൽ എത്താറുണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ അവസാനത്തെ റമളാനിൽ ജിബ്രീൽ 2 തവണ റമളാനിൽ വരികയുണ്ടായി. അത് നബിയുടെ അവസാനത്തെ റമളാനാകുമെന്ന സൂചനയാണ് അതിലൂടെയെന്ന് അവിടുന്ന് പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല അൻ യമൂത യുക്സിറു അൻ യഖൂല സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈക്. അല്ലാഹുവേ, നിന്നെ തസ്ബീഹ് ചെയ്യുന്നതോടൊപ്പം നിന്നെ ഞാൻ ഇതാ സ്തുതിക്കുന്നു, നിന്നോട് ഞാൻ തൗബ ചെയ്യുന്നു, നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു എന്ന് സൂറത്തുൻ നസ്ർ ഇറങ്ങിയതിനു ശേഷം അവിടുന്ന് ആവർത്തിച്ചുരുവിടാറുണ്ടായിരുന്നു. വിശിഷ്യ അവിടുത്തെ നിസ്കാരങ്ങളിൽ സുജൂദിലും റുകൂഇലും ഈ ദിക്ർ അവിടുന്ന് ഒരുപോലെ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനുശേഷം അവിടുത്തെ മരണം വരെ തുടർച്ചയായി നിരന്തരം വഹി ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അതുവരെ ഇറങ്ങാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ മറ്റൊരു സൂചനയായിരുന്നു ഇത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുമ്പോൾ അവിടുത്തെ വാഹനമൃഗത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് സ്വഹാബത്തിനോടായി പറഞ്ഞു, ലിതഖുദു മനാസികകും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ പാഠങ്ങൾ കൃത്യമായി ഗ്രഹിച്ചു മനസ്സിലാക്കി പഠിച്ചെടുക്കുക. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ഹജ്ജതി ഹാദി, ഒരുപക്ഷേ ഈ ഹജ്ജിന് ശേഷം ഇനിയൊരു ഹജ്ജ് ഞാൻ ചെയ്തേക്കുകയില്ല, എന്നെ നിങ്ങൾ കണ്ടേക്കുകയില്ല. ലഅല്ലി ലാ അറാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം നിങ്ങൾ എന്നെ കണ്ടേക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് സൂചന നൽകി. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, സലഫ് സ്വാലിഹീങ്ങളിൽ ചിലർ പറഞ്ഞു, ഈ പ്രയോഗത്തിന് ശേഷം ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സൂചനയ്ക്ക് ശേഷം ഇല്ല 81 ലൈല, 81 ദിവസമല്ലാതെ 81 രാവുകളല്ലാതെ അവിടുത്തെ ജീവിതത്തിൽ പിന്നിട്ടിട്ടില്ല. അപ്പോൾ ആയത്തിറങ്ങി. ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ മറ്റൊരായത്ത്, സൂറത്തുൽ മാഇദയിലെ സുപ്രസിദ്ധമായ ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നേ ദിവസം ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം ഇതാ, അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാനിതാ അത് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു
എന്ന സൂചന അരക്കെട്ടുറപ്പിക്കുന്ന മറ്റൊരായത്തായിരുന്നു ഇത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ മനസ്സിടങ്ങളെ ഭാഗപ്പെടുത്തിക്കൊണ്ടിരുന്നു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിനെ തൊട്ടുമുമ്പത്തെ വർഷമാണ് യമനിലേക്ക് പ്രബോധനത്തിന്റെ മഹാദൗത്യവുമായി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹുവിന് പ്രബോധന മാർഗത്തിൽ സ്വീകരിക്കേണ്ടുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠങ്ങളും തത്വങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്തായി നൽകുന്നു. മുആദ് റളിയല്ലാഹു അൻഹു തന്റെ റസൂലിന്റെ നാവുകളിൽ നിന്ന് ആ മഹിതമായ ഉപദേശങ്ങൾ ഹൃത്തടത്തിൽ കൊത്തിവെച്ച് അതേ തന്റെ വാഹനമകപ്പുറത്ത് കയറുന്നു. യമനിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വരുന്നു. ആരാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്, ഓ മുആദ്, അല്ലാഹു സത്യം, ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു മുആദ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം അത് കരസ്ഥമാക്കാൻ സാധിച്ച മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു മുആദിന് യമനിലേക്ക് പോയാൽ തിരിച്ചു വരുന്നത് എന്റെ ഖബറിലേക്കായിരിക്കും. എന്നെ ജീവനോടെ മുആദിനെ കാണാൻ സാധിച്ചേക്കുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു വാഹനം പുറത്തിരിക്കുന്നു. അവിടുന്ന് മുആദിന്റെ വാഹനത്തിനടിയിൽ വാഹനമൃഗത്തിന് താഴെ നിൽക്കുന്നു. എന്നിട്ട് മുആദിനെ വിളിച്ചുകൊണ്ട് പറയുന്നു റളിയല്ലാഹു അൻഹു, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം എന്നെ ഒരു പക്ഷേ താങ്കൾ കണ്ടേക്കില്ല മുആദ്. ഔ ലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ ഔ ഖബ്രി, അതല്ലെങ്കിൽ എന്റെ മസ്ജിദിനും ഖബറിനും അടിയിലൂടെ താങ്കൾ നടന്നുപോയേക്കാം. മുആദ് റളിയല്ലാഹു അൻഹു അത് കേട്ട് കരയുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് മുആദ് തിരിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിനോട് വിട പറഞ്ഞിരിക്കുന്നു. മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിയോഗത്തിന്റെ മുന്നറിയിപ്പായി സ്വഹാബത്തിന് നൽകിയ മഹത്തായ ഉപദേശങ്ങൾ വിശദീകരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം. അവിടുന്ന് പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം നമസ്കാരം നിർവഹിച്ചു. ജമാഅത്തായി അവിടുന്ന് നിസ്കരിച്ചു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി അവിടുന്ന് ഞങ്ങളെ അഭിമുഖീകരിച്ചു. സാരസമ്പൂർണമായ ഒരു ഉപദേശം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി. ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറച്ചു. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വിട പറയുന്ന ഒരാളുടെ അവസാനത്തെ സാരോപദേശങ്ങൾക്ക് സമാനമാണല്ലോ ഇത്. ഞങ്ങൾക്ക് എന്താണ് പ്രത്യേകമായി താങ്കൾ നൽകുന്ന ഉപദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ സാരോപദേശങ്ങളിൽ ഒന്നായി സ്വഹാബത്തിനെ കേൾപ്പിച്ചു. ഊസീകും ബിതഖ്വല്ലാഹ്, നിങ്ങളോട് ആദ്യമായും അവസാനമായും ഞാൻ വസിയത്ത് നൽകുന്നത് അള്ളാഹുവിനെ തഖ്വ ചെയ്യണമെന്നതാണ്. സഹോദരങ്ങളെ, അവിടുത്തെ എല്ലാ സംസാരത്തിന്റെയും തുടക്കത്തിൽ, അവിടുത്തെ എല്ലാ ഖുതുബകളുടെയും തുടക്കത്തിൽ അവിടുന്ന് 3 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്ത് സ്വഹാബത്തിന് കൈമാറിയ മഹത്തായ വസിയത്ത് തഖ്വല്ലാഹ്, അൻ തഅമല ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വഅൻ തത്രുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിർബന്ധമാക്കിയത് അല്ലാഹുവിന്റെ പ്രകാശം സ്വീകരിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ പാലിക്കണേ. അല്ലാഹു നിർബന്ധമാക്കിയത് നിങ്ങൾ പ്രവർത്തിക്കണേ. അല്ലാഹുവിന്റെ പ്രതിഫലം മോഹിച്ച് സ്വർഗം ആഗ്രഹിച്ച് അല്ലാഹു വിലക്കിയ ഹറാമുകൾ, തിന്മകൾ അല്ലാഹുവിന്റെ ഖുർആനിൽ സ്ഥിരപ്പെട്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടത് നിങ്ങൾ ഒഴിവാക്കണേ. അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയന്ന്, അല്ലാഹുവിന്റെ നരകം പേടിച്ച്. ഇങ്ങനെ നിങ്ങളെ തഖ്വ കൊണ്ട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദാ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയ തഖ്വ കൊണ്ടുള്ള വസിയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അവർക്ക് ഭരണാധികാരികളായി ലഭിക്കുന്നവരുടെ വിഷയത്തിൽ മുസ്ലിം ഭരണാധികാരികളോടുള്ള ഇസ്ലാമിന്റെ സമീപനം, ഇസ്ലാമിന്റെ അടിത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് ശേഷം നിങ്ങളെ ഭരിക്കുന്നവർ, നിങ്ങളുടെ ഭരണം അധികാരമേൽപ്പിക്കപ്പെടുന്നവർ, അവർ അബ്സീനിയക്കാരനായ കറുത്ത തൊലിചുളിഞ്ഞ മുടിചുരുണ്ട ഒരടിമയാണെങ്കിലും ശരി,
എത്യോപ്യക്കാരനായ അടിമയാണെങ്കിലും ശരി, നിങ്ങൾക്കുമേൽ ഭരണാധികാരം ഏൽപ്പിക്കപ്പെട്ടവരെ അനുസരിക്കുകയും അവരെ കേൾക്കുകയും ചെയ്യുക. അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടാതിരിക്കുക, വിപ്ലവം നയിക്കാതിരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അവർ അനുസരിക്കുക, മറ്റുള്ള വിഷയങ്ങളിൽ ക്ഷമിക്കുക, സഹിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ തത്വം പഠിപ്പിക്കുന്നു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്നവർ, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീന മിൻ ബഅദി. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണിത്. എനിക്ക് ശേഷം നിങ്ങളിൽ നിന്ന് ജീവിക്കുന്നവർ അഭിപ്രായ ഭിന്നതകൾ കാണും. എവിടെ കാണും? ദീനിലുണ്ടാകും. അഭിപ്രായ ഭിന്നതകൾ സംഭവിക്കുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. അത് സംഭവിച്ചിരിക്കും. മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ രംഗപ്രവേശം ചെയ്യുന്ന കൂട്ടായ്മകൾ, സംഘടനകൾ, സംഘങ്ങൾ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. അത് സത്യമാണ്. അത് സംഭവിച്ചേ തീരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന സാരോപദേശങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്താണ് പരിഹാരം? എന്താണ് പരിഹാരം? ആളുകൾ അങ്ങനെ ഭിന്നിക്കുന്നു, ദീനിന്റെ പേരിൽ ആശയക്കുഴപ്പത്തിലാകുന്നു, തമ്മിൽ തല്ലുന്നു. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചികിത്സിക്കാനുള്ള പരിഹാരവും ചികിത്സാമന്ത്രവും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താണത്? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ടാണ്, അവിടുന്ന് ആധികാരികമായ രേഖകളിൽ സ്ഥിരപ്പെട്ട ഹദീസുകൾ അത് പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിക്കേണ്ടത്. പോരാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നാം ഓരോരുത്തരും പരതുന്നു, നമ്മൾ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, നമുക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. അല്ല, അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തിയില്ല. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്ന സച്ചരിതരായ ഖുലഫാഉർ റാഷിദുകൾ അടങ്ങുന്ന സ്വഹാബത്തിന്റെ ചര്യം നിങ്ങൾ മുറുകെ പിടിക്കണം. അതുകൊണ്ട് ഖുർആനും ഹദീസും അനുസരിച്ച് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ, അവരെങ്ങനെ പ്രവർത്തിച്ചോ, അവരെങ്ങനെ ജീവിച്ചോ, അതുപോലെ നിങ്ങൾ ജീവിക്കണമെന്ന് മഹത്തായ ഇസ്ലാമിന്റെ അടിത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൈമാറുകയാണ്. ഖുർആനും സുന്നത്തും അനുസരിച്ച് ഖുലഫാഉർ റാഷിദീങ്ങൾ മുന്നിൽ നിൽക്കുന്ന സ്വഹാബത്തിന്റെ ചര്യ എന്താണോ അവിടെ നിങ്ങൾ നിലകൊള്ളണം. അതാണ് അഭിപ്രായ വ്യത്യാസങ്ങളിൽ പരിഹാരമന്ത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, തമസ്സുകൂ ബിഹാ, തമസ്സകൂ ബിഹാ, നിങ്ങളത് മുറുകെ പിടിക്കണം, നിങ്ങളത് പിടിവിടാതെ മുറുകെ പിടിക്കണം. തീർന്നില്ല, വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് അത് കടിച്ചു പിടിക്കണം. മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, ഒരിക്കലും പിടിവിടാതെ അണപ്പല്ലുകൾ കൊണ്ട് ശക്തമായി കടിച്ചു പിടിക്കണം. നോക്കൂ നിങ്ങൾ, ആ ആദർശത്തിന്റെ വ്യക്തത എത്ര വലുപ്പത്തിലും ആഴത്തിലുമുള്ളതാണ്. ഈ നിലപാടിന്റെ പ്രാധാന്യം എത്രത്തോളം ഗൗരവത്തിലുള്ളതാണ്. സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും മനസ്സിലാക്കി ആ മാർഗത്തിൽ നിലകൊള്ളണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണപ്പല്ലുകൾ കൊണ്ട് ഒരിക്കലും പിടിവിടാതെ കടിച്ചു പിടിക്കാൻ നിർദ്ദേശിച്ച മന്ത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ശേഷം അവിടുന്ന് തുടർന്നു, വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, നിങ്ങൾ കാര്യങ്ങളിൽ, അതായത് ദീനിൽ ഉണ്ടാക്കപ്പെടുന്ന പുതുനിർമ്മിതികളെ സൂക്ഷിക്കണം. ദീനിൽ ഉണ്ടാക്കുന്ന പുത്തൻ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ജീവിച്ച കാലഘട്ടത്തിൽ ദീനിൽ സ്ഥിരപ്പെടാത്ത പുതുതായിട്ടുണ്ടാക്കുന്ന, ദീനിന്റെ പേരിൽ ഉണ്ടാക്കുന്ന നന്മകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, ഇതാ നബിദിനാഘോഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ സലഫു സ്വാലിഹീങ്ങളോ ഉമ്മഹാത്തുൽ മുഅ്മിനീനോ മദ്ഹബിന്റെ 4 ഇമാമിങ്ങളോ ഇമാം ബുഖാരിയോ മുസ്ലിമോ ഇബ്നു മാജയോ തിർമിദിയോ നസായിയോ ഹദീസ് പണ്ഡിതന്മാരോ ഒരാൾക്കും പരിചയമില്ലാത്ത ഇത്തരത്തിലുള്ള പുതുനിർമ്മിതികൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് സ്വഹാബത്തിന് നൽകിയ സാരോപദേശങ്ങൾ ഉണർത്തുകയാണ്, ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, ദീനിലെ പുത്തൻ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുനിർമ്മിതികളും അനാചാരങ്ങളാണ്, ബിദ്അത്തുകളാണ്. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും നരകത്തിലേക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ സാരോപദേശങ്ങൾ വരെ
കാറ്റിൽ പറത്തിയിട്ടാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നബിദിനാഘോഷം കൊണ്ടാടപ്പെടുന്നത് എന്നത് എത്ര വൈരുദ്ധ്യമാണ്, എത്ര വൈചിത്ര്യമായ വിരോധാഭാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ഫീ യദി ലയഅതിയന്ന അലാ അഹദികും യൗമുൻ വലാ യറാനി ثم لأن يراني أحب إليه من أهله وماله معهم. ഒരു ദിവസം നിങ്ങൾ വരാനുണ്ട്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസം, പക്ഷെ എന്നെ കാണാൻ സാധിക്കാതെ ഞാൻ മരണമടയുന്ന ദിവസം നിങ്ങളിൽ വരാനുണ്ട്. ثم لأن يراني أحب إليه من أهله وماله ومعهم. പിന്നീട് നിങ്ങളുടെ സമ്പത്തും കുടുംബവും ദുനിയാവിൽ നേടിയതെല്ലാം സന്താനങ്ങളും എന്തൊക്കെയുണ്ടാകട്ടെ അതെല്ലാം ബലി കഴിപ്പിച്ചിട്ടാണെങ്കിലും എന്നെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് സൂചന നൽകുകയാണ്. സഹോദരങ്ങളെ, അതിനുശേഷം അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും അത്ഭുതകരമായ അവിടുത്തെ ദഅവത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായ പല സംഭവ വികാസങ്ങളും അവിടുത്തെ ജീവിതത്തിൽ നടന്നു. അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മിമ്പറിൽ കയറിയിരുന്നു. സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അബ്ദുൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുഅതിയഹു സഹറത്തദ് ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അടിമക്ക് രണ്ടു കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. ഒന്ന്, ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളാണ്, ദുനിയാവിൽ സുഖിച്ച് ദീർഘായുസ്സോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ്. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള സ്വർഗം. ആ അടിമ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സ്വഹാബത്തിന് അതിന് അസ്വാഭാവികത തോന്നിയില്ല. എന്നാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ടതും അവിടുന്ന് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാതിനാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ മാതാക്കളും പിതാക്കളും താങ്കൾക്ക് പകരമായി ബലി കഴിപ്പിക്കപ്പെടേണ്ടി വന്നാലും അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ നഷ്ടം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന സൂചനയുള്ള വാക്ക് അദ്ദേഹം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇത് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പ്രതികരണം കേട്ടപ്പോൾ സ്വഹാബത്തിൽ ചിലർ ചോദിച്ചു, എന്തിനാണ് അബൂബക്കർ ഇങ്ങനെ പറയുന്നത്? നബി ഏതോ ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോൾ അബൂബക്കർ എന്തിനാണ് കരയുന്നത്? മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അബൂബക്കർ റളിയല്ലാഹുവിന് മനസ്സിലായി ആ അടിമ അല്ലാഹുവിലുള്ള തെരഞ്ഞെടുത്ത അടിമ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അബൂബക്കർ മുഹമ്മദ് നബി ഏറ്റവും നന്നായി അറിയുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സ്വഹാബത്തിനോട് വിടവാങ്ങൽ പ്രസംഗങ്ങളും സാരോപദേശങ്ങളും ഉപദേശങ്ങളും നൽകി. അതുപോലെ തന്നെ മരിച്ചുപോയ സ്വഹാബത്തിനോടും അവിടുന്ന് വിടവാങ്ങുന്നതായി കാണാൻ സാധിച്ചു. എങ്ങനെയാണത്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിന് ശേഷം ഉഹദിലേക്ക് പോകുകയാണ്. ഉഹദിൽ കൊല്ലപ്പെട്ട ഷഹീദാകപ്പെട്ട സ്വഹാബത്തിന്റെ ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. പ്രത്യേകമായി 8 വർഷങ്ങൾക്ക് ശേഷം, ദീർഘകാലത്തെ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ശുഹദാക്കളെ അവരുടെ ഖബറുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. സ്വഹാബത്ത് എന്താണ് ഇതിന്റെ സാങ്കത്യമെന്ന് ചിന്തിച്ചപ്പോൾ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നീട് നബിയുടെ മരണം പെട്ടെന്ന് സംഭവിച്ചതിനെ ചേർത്ത് വായിച്ചു. നബി ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചുപോയ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ശുഹദാക്കളോടും ഒരുപോലെ വിടവാങ്ങുന്നതിന് സമാനമായിരുന്നു ആ സന്ദർശനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിലെ ശുഹദാക്കളുടെ ഖബറുകൾ സന്ദർശിച്ചതിന് ശേഷം സ്വഹാബത്തിനരികിലേക്ക് വന്നു, മിമ്പറിൽ കയറി, എന്നിട്ട് പറഞ്ഞു, ഇന്നി ബൈന ഐദീകും ഫറത്ത്. ഞാനിതാ നിങ്ങൾക്ക് മുമ്പ് യാത്രയാകുകയാണ്, ഞാൻ നിങ്ങൾക്ക് മുമ്പ് പോകുകയാണ്. എന്റെ ഹൗലിദ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ എനിക്ക് നിശ്ചയിക്കുന്ന ഹൗദുൽ കൗസറിദ ഞാൻ കാണുന്നു.
വഅലൈക്കും ഷഹീദ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. ഇനി നിങ്ങളുമായി ഞാൻ കണ്ടുമുട്ടുന്നത് ഹൗദിനരികിൽ വെച്ചായിരിക്കും. വഇന്ന മൗഇദകുമുൽ ഹൗദ് വഇന്നി ലഅൻദുറു ഇലൈഹി മിൻ മഖാമി ഹാദാ, ഹൗദിനരികിലെ എന്റെ സ്ഥാനമിതാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. ഇവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം മഹത്തായ ഉപദേശം നൽകുന്നു. വഇന്നി ലസ്തു അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ വലാകിന്നി അഖ്ശാ അലൈക്കും അദ്ദുനിയ അൻ തനാഫസുഹാ. സ്വഹാബത്തെ, എന്റെ മരണശേഷം നിങ്ങൾ ഒന്നടങ്കം ബഹുദൈവാരാധനയിലേക്ക് ശിർക്കിലേക്ക് പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. മറിച്ച് ഞാൻ നിങ്ങൾക്കുമേൽ ഭയപ്പെടുന്നത് ദുനിയാവിന്റെ വിശാലതയാണ്, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളുടെ വർധനവാണ്. അൻതനാഫസുഹ, നിങ്ങൾ ആ ദുനിയാവിന് വേണ്ടി മത്സരിക്കുകയും മുൻഗാമികൾ നശിപ്പിക്കപ്പെട്ടതുപോലെ ദുനിയാവിൽ ശിക്ഷയിറങ്ങി നിങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഞാൻ ഭയപ്പെടുന്നു. ദുനിയാവിന്റെ വിശാലത ഞാൻ നിങ്ങൾക്കുമേൽ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്തായി നൽകി. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ അവസാനമായി കണ്ടത് ആ കാഴ്ചയായിരുന്നു. അതിനുശേഷം എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കലശലാകുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഖൈബറിൽ ഒരു ജൂത സ്ത്രീ വിളമ്പിയ വിഷം കലർന്ന ഭക്ഷണം അവിടുന്ന് കഴിക്കുകയുണ്ടായി. 3 വർഷങ്ങൾക്ക് മുമ്പ്, ഈ സംഭവത്തിന് 3 വർഷങ്ങൾക്ക് മുമ്പ് ആ വിഷത്തിന്റെ അംശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ടായി. അതവിടുത്തേക്ക് രോഗമുണ്ടാകാൻ കാരണമായി. അവിടുത്തേക്ക് തലവേദന കലശലായി, പനി വർദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നിമാരിൽ മൈമൂന റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലായിരുന്നു. അവിടുത്തേക്ക് രോഗം ബാധിക്കുമ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നിമാരോട് കൂടിയാലോചിക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അവിടുന്ന് വിശ്രമിക്കാൻ അവസാനത്തെ വിശ്രമത്തിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധമറിയുന്നു, അവിടുത്തേക്ക് ബോധക്ഷയം സംഭവിക്കുന്നു, അവിടുത്തേക്ക് വേദന കലശലാകുന്നു. അവിടുത്തെ വേദന കണ്ടതുപോലെ മാ റഅയ്തു അഹദൻ അശദ്ദ അലൈഹിൽ വജഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന അനുഭവിക്കുന്നത് പോലെ മറ്റൊരാളും വേദന അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബിയുടെ അടുക്കിലേക്ക് ചെന്നു, നബിയെ രോഗസന്ദർശനത്തിന് വേണ്ടി ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദന സഹിക്കാൻ പറ്റാതെ കിടക്കുന്നു. അവിടുത്തെ ശരീരത്തിൽ ഞാൻ തൊട്ടുനോക്കി, അവിടുന്ന് പുതച്ച പുതപ്പിന് മുകളിലൂടെ ഞാൻ എന്റെ കൈ വെച്ചു നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൂട് എന്റെ കൈകളിൽ അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു, മാ അശദ്ദഹ അലൈക യാ റസൂലല്ലാഹ്, എത്ര കഠിനമാണ് റസൂലേ താങ്കളുടെ രോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ കദാലിക യുദഅഫു ലനൽ ബലാ വയുദഅഫു ലനൽ അജ്ർ. ഞങ്ങൾ അങ്ങനെയാണ്, അമ്പിയാക്കൾ ഞങ്ങൾക്കുള്ള പരീക്ഷണങ്ങൾ ഇരട്ടിക്കും നിങ്ങളെക്കാൾ, അതോടൊപ്പം ഞങ്ങൾക്കുള്ള പ്രതിഫലവും ഇരട്ടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് രോഗം കലശലാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതിനിടയിൽ തണുത്ത വെള്ളം 8-7 പാത്രങ്ങളിലായി കൊണ്ടുവരാനും അവിടുത്തെ തലയിലൂടെ പകരാനും ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതനുസരിച്ച് സ്വഹാബത്ത് അവിടുത്തെ ശരീരത്തിൽ വെള്ളമൊഴിക്കുന്നു. അവിടുത്തെ കൽപ്പം ആശ്വാസം ലഭിക്കുന്നു. അവിടുന്ന് സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്യുന്നു. അൻസാറുകളുടെ വിഷയത്തിൽ പ്രത്യേകം വസിയത്ത് നൽകുന്നു. ഭരണാധികാരികളുടെ വിഷയത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിശ്രമിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാ രോഗത്തിലും അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന പ്രാഥമിക ശുശ്രൂഷയാണിത്. ഏതൊരാൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന ചികിത്സാ രീതിയാണിത്. ഖുർആനിൽ അവസാനത്തെ 3 സൂറത്തുകൾ ഊതി തടവുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അവിടുത്തെ ഓതാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ഓതി, അവിടുത്തെ തിരുകരങ്ങളിൽ ഊതി, അവിടുത്തെ കരങ്ങൾ കൊണ്ട് തന്നെ അവിടുത്തെ ശരീരത്തിൽ തടവുന്നു. അങ്ങനെ മന്ത്രിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്പം ആശ്വാസം ലഭിക്കുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് രോഗം കൂടുതൽ ഗൗരവത്തിൽ കലശലാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ ഏൽപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞയക്കുന്നു.
അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം മുസ്ലിം ഉമ്മത്തിന് ഇമാമത്ത് നിർവഹിക്കുന്നു, നിസ്കാരം നിർവഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബത്ത് അബൂബക്കറിനെ പിന്നിൽ നിസ്കരിക്കുന്നത് കണ്ടാനന്ദിക്കുന്നു. അവിടുന്ന് അവിടുത്തെ മുറിയുടെ മറ നീക്കി സഹാബത്ത് നിസ്കരിക്കുന്നത് കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോട്ടം സഹാബത്തിന്റെ ചിലരുടെ ശ്രദ്ധ തെറ്റിക്കുന്നു. അവർ നിസ്കാരത്തിൽ അശ്രദ്ധയിലാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം തുടരാൻ പറയുന്നു. ഇങ്ങനെ അവിടുത്തെ അന്ത്യനിമിഷങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ആ ഹദീസുകളിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അവിടുത്തേക്ക് ബോധം മറിയുകയും അവിടുത്തെ ശരീരത്തിൽ പൊതിച്ച പുതപ്പ് അത് മുഖത്തേക്ക് വലിച്ചിടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം പിന്നീട് വരികയും ചെയ്യുന്ന അവസാന സന്ദർഭത്തിൽ സ്വഹാബത്തിനെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ മഹത്തായ ഉപദേശം, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഹദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത നസാറാക്കൾക്കുമേൽ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾ ഉണ്ടാകട്ടെ. അവർ അംബിയാക്കളുടെ ഖബറിടങ്ങളിൽ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി. യുഹദ്ദിറു മാ സറഉ, അവർ പ്രവർത്തിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയായിരുന്നു. അവിടുത്തെ അവസാനത്തെ സന്ദർഭങ്ങളിലുള്ള അവിടുന്ന് ബോധക്ഷയം സംഭവിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം തിരിച്ചു കിട്ടുമ്പോൾ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയുന്ന വളരെ ഗൗരവപ്പെട്ട കനപ്പെട്ട ഉപദേശം, അംബിയാക്കളുടെ ഖബറിടങ്ങൾ ആരാധനാ കേന്ദ്രമാക്കുക, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ ചെയ്യുക. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പോലെ അംബിയാക്കളെ, അവരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുക. അവരോട് നേർക്കുനേരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അവരോട് ഇസ്തിഗാസ ചെയ്യുക, അവരോട് സഹായം അഭ്യർത്ഥിക്കുക. യുഹദ്ദിറു മാ സറഉ, അവർ പ്രവർത്തിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ മറ്റൊരു ഉപദേശമായിരുന്നു അവിടുത്തെ അവസാനത്തെ വേളയിൽ അസ്സലാ അസ്സലാ വമാ മലക്കത് ഐമാനുക്കും. നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ അടിമകൾ, നിങ്ങൾ ബാധ്യത ഏൽപ്പിക്കപ്പെട്ട നിങ്ങളുടെ കീഴിലുള്ളവർ, നിങ്ങൾ കടമകൾ നിറവേറ്റേണ്ടവർ, അവരുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ ഉപദേശങ്ങളിൽ പാഠം ഉൾക്കൊണ്ട് അവിടുത്തെ മരണം, അവിടുത്തെ വിയോഗം നമുക്ക് സംഭവിപ്പിച്ച തീരാ നഷ്ടത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഈ ദിവസം ദുഃഖിക്കാനല്ലാതെ ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല എന്ന പാഠമോർത്തുകൊണ്ട് റബീഉൽ അവ്വൽ 12ന്റെ സ്മരണ നമുക്ക് അയവിറക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം മുസ്ലിം ഉമ്മത്തിന് നൽകിയ തീരാ നഷ്ടം. റബീഉൽ അവ്വൽ 12നാണ് അത് സംഭവിച്ചത് എന്ന യാഥാർത്ഥ്യം ചരിത്രകാരന്മാർ ബഹുഭൂരിപക്ഷവും ഏകോപിച്ചിരിക്കവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിവസം റബീഉൽ അവ്വൽ 12നാണോ, ആ മാസത്തിൽ തന്നെയാണോ, ഇനി ആ മാസത്തിൽ തന്നെയാണെങ്കിൽ ഏത് ദിവസങ്ങളിലാണ് എന്ന വിഷയത്തിൽ വരെ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷമാക്കുന്ന റബീഉൽ അവ്വൽ 12 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമെന്ന് ഇവിടുത്തെ പുരോഹിതവർഗം പറയുമാർ ആഘോഷത്തിനുള്ള ദിവസമായി തിരഞ്ഞെടുക്കുന്നവരവസ്ഥ. സഹോദരങ്ങൾ, അവരുടെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നതിനപ്പുറത്ത് ഒരൊറ്റ കാര്യം കൂടി ആ വിഷയത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഖുതുബ അവസാനിപ്പിക്കാം. ഏതു മനുഷ്യനും ബുദ്ധിപരമായി ചിന്തിക്കാവുന്ന ഇതിന്റെ ഏറ്റവും ബുദ്ധിശൂന്യമായ നിരർത്ഥകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഒരൊറ്റ കാര്യം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും മരിച്ചതും ഒരു ദിവസം തന്നെയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെയല്ല യാഥാർത്ഥ്യം, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി വാദത്തിന് നബി ജനിച്ചതും മരിച്ചതും റബീഉൽ അവ്വൽ 12 തന്നെയാണ് എന്ന് സങ്കല്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനത്തെക്കുറിച്ച് ഒരു വാക്കുപോലും
നോമ്പെടുക്കണം, ഞാൻ തിങ്കളാഴ്ച ദിവസമാണ് ജനിച്ചത്, ആ ദിവസം നിങ്ങൾ നോമ്പെടുക്കണം എന്നു പറഞ്ഞതല്ലാതെ അവിടുത്തെ ജന്മദിനത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും നബിയോ സ്വഹാബത്തോ മുൻഗാമികളോ ഒരാളും പറഞ്ഞിട്ടില്ല. ഹിജറ 400-കളിൽ ഉണ്ടാക്കപ്പെട്ട ഒരു പുത്തനാചാരമാണ് ഇതെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. എന്നാൽ അവിടുത്തെ മരണം മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്, മുസീബത്താണ് എന്ന് അവിടുന്ന് തന്നെ അറിയിച്ചു. മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമെന്ന് അവിടുത്തെ തിരുനാവ് കൊണ്ട് റസൂലുള്ളാഹി തന്നെ പറഞ്ഞു. അത് റബീഉൽ അവ്വൽ 12-നാണ് സംഭവിച്ചത് എന്നത്. റബീഉൽ അവ്വൽ 12-നാണ് നബിയുടെ ജനനം എന്നതിനേക്കാൾ ആധികാരികമായി സ്ഥിരപ്പെട്ടുവെങ്കിൽ, സഹോദരങ്ങളെ, ഈ രണ്ടും ഒരേ ദിവസമാണ് സംഭവിച്ചതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക? നമുക്ക് വേണ്ടപ്പെട്ട ദുനിയാവിൽ വേണ്ടപ്പെട്ട ഒരാൾ ജനിച്ചതും മരിച്ചതും ഒരു ദിവസം തന്നെയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഉമ്മ, നമ്മുടെ പിതാവ്, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ ജനിച്ചതും മരിച്ചതും ഒരേ ദിവസം തന്നെയാണെന്ന് സങ്കല്പിക്കുക. ആ ദിവസം വർഷാവർഷം ആവർത്തിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ജനനം കൊണ്ട് നമ്മൾ സന്തോഷിക്കുമോ? മരണത്തിൽ, ആ നഷ്ടത്തിൽ നമ്മൾ ദുഃഖിച്ചിരിക്കുമോ? റസൂലുള്ളാഹി തന്നെ അവിടുത്തെ വിയോഗത്തെക്കുറിച്ച് ഏറ്റവും വലിയ നഷ്ടവും മുസീബത്തും എന്ന് വിശേഷിപ്പിച്ചിരിക്കെ എങ്ങനെയാണ് ഈമാനുള്ള, നബിയോട് ലവലേശമെങ്കിലും സ്നേഹമുള്ള ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് ആ ദിവസം സന്തോഷിക്കാൻ സാധിക്കുക? സ്വഹാബത്ത് സന്തോഷിച്ചിട്ടില്ല. സ്വഹാബത്തിന് ആ ദിവസം ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബകളിൽ അവിടുത്തെ വഫാത്തിന് ശേഷം സ്വഹാബത്തിനുണ്ടായ മാറ്റങ്ങളും അതിനുള്ള ഗുണപാഠങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.